എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റായി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ക്രിപ്റ്റോ മേഖലയിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ട്രംപിനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എസ്പെഷ്യലി ആൾട്ട് കോയിൻ മേഖലയിൽ ട്രംപ് വരുന്നതിൻ്റെ മുന്നേ ഉള്ള പല ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസിനേക്കാളും ഒരുപാട് താഴെയാണ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈലോട്ട് എത്തി. വീണ്ടും ഇപ്പോൾ നിലവിൽ $1,09,588 ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈ. പക്ഷേ ട്രംപിന് ഇതിലൂടെ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ട്രംപ് അധികാരത്തിൽ വരുന്നതിൻ്റെ തൊട്ട് ദിവസം മുന്നേ തന്നെ സ്വന്തം പേരിൽ ഒരു മീം കോയിൻസ് ഇറക്കുകയും അത് വലിയൊരു സക്സസ് ആവുകയാണ് ചെയ്തത്. അത് കൂടാതെ തന്നെ ട്രംപിൻ്റെ വൈഫിൻ്റെ പേരിലും ഒരു മീം കോയിൻസ് ലോഞ്ച് ചെയ്യുകയും അതും വലിയൊരു സക്സസ് ആവുകയാണ് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ട്രംപിൻ്റെ നാസ്ഡാക്കിൽ ട്രേഡ് ചെയ്യുന്ന DJT എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനേക്കാളും കൂടുതൽ വാല്യുവേഷനിലാണ് ട്രംപിൻ്റെ ഇപ്പോൾ നിലവിൽ മീം കോയിൻസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിൻ്റെ ഇപ്പോൾ നിലവിലുള്ള നെറ്റ് വർത്തിൽ മൊത്തം സമ്പാദ്യത്തിൽ മോർ ദാൻ 70% ഈ രണ്ട് മീം കോയിൻസിൽ ഉള്ള വാല്യുവേഷനാണ് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ട്രംപ് ഈ ഒരു മീം കോയിൻ ലോഞ്ച് ചെയ്തത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ, ട്രംപ് ഒരു ബിറ്റ്കോയിൻ പ്രസിഡന്റ് ആണോ, ഒരു ക്രിപ്റ്റോ പ്രസിഡന്റ് ആണോ, ഒരു ഷിറ്റ് കോയിൻ പ്രസിഡന്റ് ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ക്രിറ്റിസിസം, ഡിബേറ്റ് കാര്യങ്ങളെല്ലാം ട്വിറ്ററിലും മറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്, ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ, ബിറ്റ്കോയിൻ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ എപ്പോഴാണ് ഒരു ആൾട്ട് കോയിൻ സീസൺ, എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ആൾട്ട് കോയിൻ സീസൺ എപ്പോഴാണ് നടക്കാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ എപ്പോഴായിരിക്കും ഈ ഒരു വർഷം 2025 എപ്പോഴായിരിക്കും ഈ ഒരു ബുൾ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈലോട്ട്, ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്താൻ സാധ്യതയുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സോ ഒന്നാമത്തെ ചോദ്യം, ട്രംപ് അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ, ഒരുപാട് പ്രോമിസ് ഈ ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് നൽകിയിട്ടാണ്, അല്ലേ? ഡേ 1 തന്നെ പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും പല കാര്യങ്ങളും നടപ്പിലാക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേ 1 ഇനാഗുറൽ സ്പീച്ചിലും ഒന്നും ബിറ്റ്കോയിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിപ്റ്റോനെ കുറിച്ചിട്ടോ ഒരക്ഷരം പോലും മിണ്ടാത്തത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രി വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസികളുടെ പ്രൈസും വളരെ വലിയ രീതിയിൽ ഡേ 1 തന്നെ താഴോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡേ 1 ട്രംപ് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യമായിരുന്നു, ഡേ 1 തന്നെ ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം റോസ് ഉൾബ്രിച്ചിനെ പുറത്ത് വിടും എന്നുള്ളത്. പക്ഷേ ഡേ 1 അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി എല്ലാം ഓൾറെഡി ട്രംപ് വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് പല ആളുകളും എക്സ്പെക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇൻക്ലൂഡിങ് മീ. പക്ഷേ രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21-ാം തീയതി ട്രംപ് പറഞ്ഞ പോലെ റോസ് ഉൾബ്രിച്ചിനെ പുറത്ത് വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ റോസ് ഉൾബ്രിച്ചിനെ പുറത്ത് വിടുക എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു വലിയൊരു ഹോപ്പ് നൽകുന്ന ഒരു സംഭവമാണ്. അതായത് ലോങ് ടേമിൽ കുറേ കാലമായിട്ട് ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അറിയാം ഇത് എത്രമാത്രം വലിയൊരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ 2013 സിൽക്ക് റോഡ് എന്നുള്ളൊരു അനോണിമസ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിന്, ബിറ്റ്കോയിൻ യൂസ് ചെയ്തിട്ട് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തതിന് ഏകദേശം 11 വർഷമാണ് റോസ് ഉൾബ്രിച്ചിനെ ഇതുവരെ ജയിലിൽ പിടിച്ചിട്ടത്. അപ്പോൾ പുള്ളിനെ പുറത്ത് വിടുക എന്ന് പറയുന്നത് ഒരു ലിബർട്ടേറിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ സ്പീച്ച് കാര്യങ്ങൾ, അത്തരത്തിലുള്ള ആളുകളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ ഈ ഒരു കാര്യം ചെയ്തതിൽ ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി വളരെ ഹാപ്പിയാണ്. അത് മാത്രമല്ല, ഇത് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ ട്രംപ് ഇതുവരെ നൽകിയിട്ടുള്ള പ്രോമിസും കാര്യങ്ങളും എല്ലാം നടപ്പിലാക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സിഗ്നലാണ്, ഒരു ഹോപ്പാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ വരുന്ന ദിവസങ്ങളിൽ ട്രംപ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. 2025 അത് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു വർഷം എന്തായാലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം 2025 ഇപ്പോൾ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്താലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് തന്നെ പോകും. പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ബിറ്റ് കോയിൻ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റ് ആക്കി പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, യു എസിൻ്റെ കയ്യിൽ ഇപ്പോൾ ട്രംപ് ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് ബിറ്റ് കോയിൻ, അവരുടെ കയ്യിലുള്ള ബിറ്റ് കോയിൻ, ഇതുവരെ യു എസ് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന ബിറ്റ് കോയിൻ അവർ ഒരിക്കലും സെല്ല് ചെയ്യില്ല, അത് അവരുടെ ഒഫീഷ്യൽ സ്ട്രാറ്റജിക് റിസർവ് അസറ്റാക്കി പ്രഖ്യാപിക്കും എന്നുള്ളത്. സോ ഇതെന്തായാലും വളരെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മേ ബി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം കൊണ്ട് തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ബിറ്റ് കോയിനാണ്, അവർ പുതുതായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിനെ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റാക്കി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ട്രംപ് ഓൾറെഡി ഈ ഒരു റിസർവ് അസറ്റ് ആക്കി മാറ്റും എന്നുള്ള ഒരു കാര്യം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. ഇപ്പോൾ കോയിൻ ബേസിൻ്റെ CEO ആണ് എന്നുണ്ടെങ്കിലും മൈക്കിൾ സെയ്ലർ ആണ് എന്നുണ്ടെങ്കിലും ട്രംപുമായിട്ടും ട്രംപിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇതെല്ലാം ഈ ഒരു റിസർവ് അസറ്റ് ആക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ ട്രംപ് സീരിയസ് ആണ് എന്നുള്ളതിനെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. സോ എന്തായാലും അവർ കയ്യിൽ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു 1,98,000 ബിറ്റ് കോയിൻ ഒരു റിസർവ് അസറ്റ് ആക്കി മാറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇത് ഇത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ പോളിസി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സിന്ധ്യ ലൂമിൻസ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ബിറ്റ് കോയിൻ ബില്ല്. അതായത് അടുത്ത 5 വർഷം US ഗവൺമെൻറ് 1 മില്യൺ ബിറ്റ് കോയിൻ വാങ്ങും, അത് അടുത്ത ഒരു 20 വർഷം ഹോൾഡ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ബിറ്റ് കോയിൻ ബില്ലാണ് സിന്ധ്യ ലൂമിൻസ്, സെനറ്റർ ആയിട്ടുള്ള സിന്ധ്യ ലൂമിൻസ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ബില്ല് എങ്ങാനും അപ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അത് മേ ബി ഈ ഒരു വർഷം മാത്രമായിരിക്കില്ല ചിലപ്പോൾ ബുൾ മാർക്കറ്റ്, അടുത്ത കുറേ വർഷങ്ങൾ ഒരു കംപ്ലീറ്റ് ബുൾ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇമാജിൻ US ഗവൺമെൻറ് തന്നെ പൈസ കൊടുത്ത് ബിറ്റ് കോയിൻ വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് മറ്റുള്ള രാജ്യങ്ങൾക്കിടയിലും ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യും. അത് വലിയ രീതിയിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ബില്ല് മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റ് ആക്കി മാറ്റുന്നത് പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ ETF കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്, ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് വന്നത് അല്ലേ. അതേപോലെ ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളും ഒരുപാട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം മേ ബി എൻഡ് ഓഫ് ദി ഇയറിലൊക്കെ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നടക്കണം എന്ന് തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഒരു മൾട്ടി ഇയർ ബുൾ മാർക്കറ്റിലോട്ടൊക്കെ ചിലപ്പോൾ എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, മേ ബി ഈ മാസം അല്ലെങ്കിൽ ഒരു അടുത്ത മാസം കൊണ്ട് തന്നെ നടക്കാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ് റിപ്പീലിംഗ് ഓഫ് SAB 121. അതായത് കഴിഞ്ഞ വർഷം US ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ആണ് എന്നുണ്ടെങ്കിലും സെനറ്റ് ആണ് എന്നുണ്ടെങ്കിലും ഒരേപോലെ ഈ ഒരു ബില്ല് റിപ്പീൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബൈഡൻ്റെ വീറ്റോ പവർ യൂസ് ചെയ്തിട്ടാണ് ഇത് വീണ്ടും റിപ്പീൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. സോ ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് ഈസി ആയിട്ട് എന്താണ് എന്ന് പറയാം. അതായത് US ബാങ്കുകൾക്ക് ബിറ്റ് കോയിൻ കസ്റ്റഡി ചെയ്യാൻ കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് റൂളും ലോ കാര്യങ്ങളാണ് ഈ ഒരു SAB 121 റിപ്പീൽ ചെയ്യപ്പെട്ടാൽ നടക്കുന്നത്. അതായത് ഗാരി ഗെൻസ്ലർ ഈ SECയുടെ ചെയർമാൻ ആയിട്ടുള്ള സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണ് ഈ ഒരു SAB 121. അതായത് US ബാങ്കുകൾ എങ്ങനെയാണ് ബിറ്റ് കോയിനെ അക്കൗണ്ട് ചെയ്യേണ്ടത്, അതൊരു ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ബില്ലിൽ പറയുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നിലവിൽ US ബാങ്കുകൾക്ക് ബിറ്റ് കോയിൻ കസ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരുപാട് കോസ്റ്റും ക്യാപിറ്റൽ ഇഷ്യൂസും അതേപോലെ തന്നെ ഒരു ഡിസ്കറേജിങ് ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ETFകളുടെ ബിറ്റ് കോയിനും കോയിൻ ബേസാണ് കസ്റ്റഡി ചെയ്യുന്നത്. ഈവൻ മൈക്രോ സ്ട്രാറ്റജിയുടെ ബിറ്റ് കോയിൻ പോലും കോയിൻ ബേസാണ് കസ്റ്റഡി ചെയ്യുന്നത്. ഒരു US ബാങ്ക് പോലും ഇപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോൾ നിലവിൽ കസ്റ്റഡി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് കാരണം കൊണ്ട്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയത് കാരണം കൊണ്ട്, അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു SAB 121 എന്നുള്ള ഈ ഒരു പോളിസി റിപ്പീൽ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അബോളിഷ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ US ബാങ്കുകൾ തന്നെ ബിറ്റ് കോയിൻ കസ്റ്റഡി ചെയ്യാൻ തുടങ്ങും. അതായത് JP മോർഗൻ, മോർഗൻ സ്റ്റാൻലി, സ്റ്റേറ്റ് സ്ട്രീറ്റ്, സിറ്റി ബാങ്ക്, ഇത്തരത്തിലുള്ള ബാങ്കുകൾ അവരെങ്ങനെയാണോ സ്റ്റോക്കും ബോണ്ടും അതേപോലെ തന്നെ ക്യാഷും കാര്യങ്ങളെല്ലാം, ആളുകളുടെ ക്യാഷും കാര്യങ്ങളെല്ലാം കസ്റ്റഡി ചെയ്യുന്നത്, അതേപോലെ തന്നെ അവർ ബിറ്റ് കോയിനും കസ്റ്റഡി ചെയ്യാൻ തുടങ്ങും. സോ ഇത് ബിറ്റ് കോയിൻ്റെ അഡോപ്ഷനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ JP മോർഗനിലോ സിറ്റി ബാങ്കിലോ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ക്യാഷും സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്യുന്ന ബാങ്ക് തന്നെ ബിറ്റ് കോയിന് കസ്റ്റഡി ചെയ്യാൻ സാധിക്കും. സോ എല്ലാവർക്കും ഇത് ഇപ്പോൾ കോയിൻ ബേസിനെക്കാളും കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തിയാണ് യു എസിലുള്ള ബാങ്ക്. അവർക്ക് കുറച്ചും കൂടി ഹിസ്റ്റോറിക്കലി കുറച്ചും കൂടി ക്രെഡിബിലിറ്റി ഉണ്ട് അല്ലേ. ഇപ്പോൾ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ മേഖലയാണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാബ് 121 എന്നുള്ള ഈ ഒരു പോളിസിനെ റിപ്പീൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ മൈക്കിൾ സെല്ലർ പോലും പറയുന്നത് ബിറ്റ് കോയിൻ 500,000 അല്ല, ഒരു $5 മില്യൺ പോകാൻ സഹായിക്കുന്ന 3 കാറ്റലിസ്റ്റിലുള്ള ഒരു കാറ്റലിസ്റ്റാണ് സാബ് 121. അതായത് ഒന്നാമത്തെ കാര്യം സ്പോട്ട് ETF, അത് ഓൾറെഡി മാർക്കറ്റിൽ വന്നു. രണ്ടാമത്തെ കാര്യം ഫെയർ വാല്യൂ അക്കൗണ്ടിങ്, FASB റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതും കഴിഞ്ഞ വർഷം ഓൾറെഡി വന്നു. മൂന്നാമതായിട്ട് മൈക്കിൾ സെല്ലർ പറയുന്ന മൂന്നാമത്തെ കാറ്റലിസ്റ്റ്, ബിറ്റ് കോയിൻ $5 മില്യൺ എത്താനുള്ള മൂന്നാമത്തെ കാറ്റലിസ്റ്റിൽ പറയുന്ന കാര്യമാണ് സാബ് 121 റിപ്പീൽ ചെയ്യൽ. സോ ഇതെന്തായാലും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ഇതെങ്ങാനും റിപ്പീൽ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം ബിറ്റ് കോയിൻ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇത് 3-ൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം, എന്നാണ് സൈക്കിൾ ടോപ്പ്? ഈ ഒരു ബുൾ മാർക്കറ്റിൽ 2025 ബിറ്റ് കോയിൻ്റെ പ്രൈസ് അതിൻ്റെ ഏറ്റവും പീക്ക് പ്രൈസിലോട്ട് എപ്പോൾ എത്തും? സോ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2017 ബുൾ മാർക്കറ്റിൽ എങ്ങനെയാണോ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആക്ഷൻ ഉള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു ബുൾ മാർക്കറ്റിലും ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ ഉള്ള ഒരു പാറ്റേൺ പോകുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഏപ്രിൽ 20-നാണ് ഹാൽവിങ് നടക്കുന്നത്. അതിനുശേഷം ഇതുവരെയുള്ള ബിറ്റ് കോയിൻ്റെ പ്രൈസ്, അതായത് ജനുവരി 20, 2025 പ്രസിഡൻഷ്യൽ ഇനാഗുറേഷൻ്റെ ആ ഒരു ടൈമിൽ ഇതുവരെയുള്ള ബിറ്റ് കോയിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 67.72% ആണ്. അതായത് ഇതേ ഒരു പീരീഡിൽ 2017-ലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു റിട്ടേൺ തന്നെയാണ് ഇതേ ഒരു ടൈം പീരീഡിൽ ബിറ്റ് കോയിൻ നൽകിയിട്ടുള്ളത്. അതായത് 2016 ജൂലൈ 9-ന് ഹാൽവിങ് നടക്കുന്നു. അതിനുശേഷം ഇതേ ഒരു പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ $648 നിന്ന് ഇപ്പോൾ അതായത് ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ഇതേ ഒരു ടൈം ഫ്രെയിമിൽ $1209 എത്തിയത്. അതായത് 86.57%. സോ ഈ ഒരു 2 ബുൾ മാർക്കറ്റും 2017-ഉം 2024-25 ഈ ഒരു ബുൾ മാർക്കറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ മാത്രമല്ല മാക്രോ സെൻറ്റിമെൻറ്റും മാക്രോ സിനാരിയോയും ഏറെക്കുറെ സെയിം ആണ്. അതായത് ഈ 2 ബുൾ മാർക്കറ്റിലും ട്രംപ് തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. ഈ 2 ബുൾ മാർക്കറ്റിലും ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാര്യങ്ങൾ ഒന്നുമില്ല, മോണിറ്ററി എക്സ്പാൻഷൻ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു 2 ബുൾ മാർക്കറ്റിലും ഡോളർ വളരെ വലിയ രീതിയിൽ സ്ട്രെങ്ത് ആയി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പീരീഡ് ഉള്ളത്. അതിനുശേഷം ഡോളർ വലിയ രീതിയിൽ താഴോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ബുൾ മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകുന്നത്. നമ്മൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും 2017 ബുൾ മാർക്കറ്റിൽ എങ്ങനെയാണോ പോകുന്നത് അതേ ഒരു പാറ്റേണിലാണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇതുവരെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2021 ബുൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 ഹാൽവിങ്ങിന് കഴിഞ്ഞതിന് ശേഷം ഇതേ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ഓൾറെഡി ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ മെജോറിറ്റി പ്രോഫിറ്റും ഓൾറെഡി കഴിഞ്ഞു. അതൊരു പ്രസിഡൻഷ്യൽ ഇനാഗുറേഷൻ ടൈം വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ബുൾ മാർക്കറ്റ് ഏറെക്കുറെ തീർന്നു അല്ലേ. ഇപ്പോൾ ജനുവരി 2021 ആ ഒരു ടൈമിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം 422% ആണ് ഓൾറെഡി ഇതേ ഒരു പീരീഡിൽ ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബൈഡൻ അധികാരത്തിൽ വരുന്നത്. സോ ഈ ഒരു പ്രസിഡൻഷ്യൽ ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം വെറും 92% ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടിയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റ് ചാർജ് എടുത്തതിന് ശേഷമാണ് ഒരു കംപ്ലീറ്റ് ബുൾ മാർക്കറ്റിൻ്റെ മെജോറിറ്റി പ്രോഫിറ്റും ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിവിടെ എക്സാക്ട്ലി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന ഡേ 1-ൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് $902 ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം സൈക്കിൾ ടോപ്പിലോട്ട് എത്തിയത് 19,220 ആണ്. അതായത് 2031%. 331-ാമത്തെ ദിവസമാണ് ആ ഒരു ബുൾ മാർക്കറ്റിൽ 2017 സൈക്കിൾ ടോപ്പിലോട്ട് എത്തിയത്. ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് 2021 നടക്കുന്നത്. അതായത് ബൈഡൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തതിന് ശേഷം ഏകദേശം 293-ാമത്തെ ദിവസമാണ് ബിറ്റ് കോയിൻ അതിൻ്റെ സൈക്കിൾ ടോപ്പിലോട്ട് എത്തുന്നത്.
സോ ഈ ഒരു 2 ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവറേജ് ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ജനുവരി 2025 കഴിഞ്ഞതിന് ശേഷം ഏകദേശം 312ാമത്തെ ദിവസമായിരിക്കും സൈക്കിൾ ടോപ്പിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയും ഉള്ളത്. അതായത് 2025 ഈ ഒരു വർഷത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് 28 നവംബർ മുതൽക്ക് ഒരു 16 ഡിസംബർ വരെ ആ ഒരു ടൈം ഫ്രെയിമിലൊക്കെ ആയിരിക്കും. അതായത് മെയിൻലി നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു Q4 ബിറ്റ് കോയിൻ അതിൻ്റെ ഏറ്റവും സൈക്കിൾ ടോപ്പിലോട്ട് ഒരു പീക്ക് പ്രൈസിലോട്ട് എത്താനുള്ള സാധ്യത. സോ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു $2,20,000 ഞാൻ മിനിമം ഈ ഒരു ബുൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എൻഡ് ഓഫ് ദി ഇയർ ബിറ്റ് കോയിൻ $2,20,000 അല്ലെങ്കിൽ അതിന് മുകളിലോ ട്രേഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ എക്സ്പെക്റ്റഡ് സൈക്കിൾ ടോപ്പ് 28 നവംബർ മുതൽക്ക് 16 ഡിസംബർ വരെയുള്ള ആ ഒരു പീരീഡിലാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അടുത്ത ചോദ്യം, എന്നാണ് ആൾട്ട് സീസൺ? എല്ലാവരും നിരന്തരം എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്. ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നിങ്ങൾ ആൾട്ട് കോയിൻസിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ ഇപ്പോഴും ലാഭത്തിലാണ്. അതായത് ആ ഒരു റിട്ടേൺ ഇനിയിപ്പോൾ ലാഭത്തിലാണ് എന്നുണ്ടെങ്കിലും അത് ബിറ്റ് കോയിൻ്റെ റിട്ടേണേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആളുകളുടെ പോർട്ട്ഫോളിയോയും ഇപ്പോഴും ബിറ്റ് കോയിന് അണ്ടർ പെർഫോം ചെയ്യായിരിക്കും. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എല്ലാ ആൾട്ട് കോയിൻസും ഒരിക്കലും ഒരുമിച്ച് മുകളിലോട്ട് പോവില്ല. ഓരോ നരേറ്റീവാണ് ഓരോ സമയത്ത് ഒരു ഹൈപ്പിലോട്ട് വരുന്നത്. ആ ഒരു ഹൈപ്പ് തീരുമ്പോൾ വേറെ കുറേ ആൾട്ട് കോയിൻസ് മുകളിലോട്ട് പോകും. അത് താഴോട്ട് വരുമ്പോൾ വേറെ കുറേ ആൾട്ട് കോയിൻസ് മുകളിലോട്ട് പോകും. ഇങ്ങനെ ഓരോ നരേറ്റീവിൽ നിന്നും ഓരോ ആൾട്ട് കോയിൻസിൽ നിന്നും ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുറേ സമയം വേസ്റ്റാക്കി കളയും. പക്ഷേ അതേ ഒരു സമയം നമ്മൾ ബിറ്റ് കോയിനിൽ നോക്കുന്ന സമയത്ത് ബിറ്റ് കോയിൻ്റെ റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൾട്ട് കോയിൻസിൻ്റെ റിട്ടേൺ വളരെ കുറവായിരിക്കും ഒരു ഓവറോൾ റിട്ടേൺ നമ്മൾ നോക്കുന്ന സമയത്ത്. ഇതാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. ഇത് കാരണം കൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽക്കേ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 70% എങ്കിലും ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ആൾട്ട് കോയിൻസിൽ മാത്രം നമ്പിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വലിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ എപ്പോഴും 70% ബിറ്റ് കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ബിഗിനിങ്ങിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? അതായത് ETF അപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ 2024 ജനുവരി 1 ബിറ്റ് കോയിൻ്റെ പ്രൈസ് 42,280 അല്ലേ? ഇന്ന് ബിറ്റ് കോയിൻ്റെ പ്രൈസ് $1,09,000 ഓൾ ടൈം ഹൈ. അതായത് 157.81%. നിങ്ങളൊരു $10,000 ബിറ്റ് കോയിനിൽ കഴിഞ്ഞ വർഷം ബിഗിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ $10,000 $25,781 ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് 2024 മുതൽക്ക് ഇന്നേ വരെയുള്ള റിട്ടേൺ 157.81%. ഇനി അതല്ല, നിങ്ങൾ ഇത് ബിറ്റ് കോയിനെ സ്കിപ്പ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ എന്തായാലും 2024 ബിറ്റ് കോയിൻ ETF ഒക്കെ വരും, ഒരു ആൾട്ട് സീസണൊക്കെ ട്രിഗർ ആവും, ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ പല വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും കമൻറ്റ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ടാവും. ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ബ്ലാ 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 അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു പീരീഡിൽ ജനുവരി 1 നിങ്ങൾ ബിറ്റ് കോയിൻ സ്കിപ്പ് ചെയ്തു, ബിറ്റ് കോയിൻ ഒഴിവാക്കിയിട്ട് ബിറ്റ് കോയിനിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ടോപ്പ് 10 ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ $10,000 സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇത്തേറിയത്തിൽ $1,000, BNBയിൽ $1,000, സൊലാനയിൽ $1,000. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ $22,327 ആയിട്ടുണ്ടാവുള്ളൂ. അതായത് ബിറ്റ് കോയിൻ്റെ റിട്ടേണിനേക്കാളും കുറവ് റിട്ടേൺ ആണ് ഈ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതായത് ഈവൻ ദോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയിലുള്ള ക്രിപ്റ്റോ കറൻസികളെല്ലാം വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതായത് XRP 419%, ഡോജ് 360%, അതേപോലെ തന്നെ സൊലാന 151%, TRX 132%. സോ ഈ ടോക്കണെല്ലാം ഇത്രയും കൂടിയിട്ടും ഓവറോൾ പോർട്ട്ഫോളിയോ $22,327 ആയിട്ടുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ, മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ $56,000 ആയിട്ടുണ്ടാവും. അതായത് $10,000 ഇൻവെസ്റ്റ് ചെയ്തത് $56,000 ആയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് വോളട്ടൈലിറ്റി കാര്യങ്ങളോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ മൈക്രോ സ്ട്രാറ്റജിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ $56,000 ആയിട്ടുണ്ടാവും, $10,000. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബിറ്റ് കോയിനിലൊരു 70%ഉം 30% ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലോ
നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ $34,000 ആയിട്ടുണ്ടാവും. സോ ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോങ് ടേമിൽ അത് ഹോൾഡ് ചെയ്തിട്ട് ബിറ്റ് കോയിനെ ഔട്ട് പെർഫോം ചെയ്യൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതായത് ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് എല്ലാ ആൾട്ട് കോയിൻസും ഒരിക്കലും ഒരുമിച്ച് പമ്പാവില്ല. പല ആൾട്ട് കോയിൻസും മുകളിലോട്ട് പോകും, പക്ഷേ ആ സമയത്ത് മറ്റുള്ള ആൾട്ട് കോയിൻസ് എല്ലാം ചത്തോലെ കിടക്കും. കുറേ സമയം കഴിഞ്ഞിട്ട് ആ ആൾട്ട് കോയിൻസ് മുകളിലോട്ട് പോകും, ബാക്കിയുള്ള മുകളിലോട്ട് പോയ ആൾട്ട് കോയിൻസ് താഴോട്ട് വരും. സോ നിങ്ങൾ എപ്പോൾ നോക്കുമ്പോഴും ഈ ഒരു ഓവറോൾ പോർട്ട്ഫോളിയോ ബിറ്റ് കോയിനെ കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഇതിലൂടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ആൾട്ട് കോയിൻസ് ഈസ് എ ബിഗ് ഡിസ്ട്രാക്ഷൻ. സോ എന്താണ് ഈ ഒരു ബുൾ മാർക്കറ്റിലെ എൻ്റെ എക്സ്പെക്റ്റേഷൻ? ഒട്ടുമിക്ക ആൾട്ട് കോയിൻസും വലിയ രീതിയിൽ പമ്പാവാനുള്ള സാധ്യത വളരെ കുറവാണ്. 2021 പോലെ ഒരു ഫുൾ ബ്ലോൺ ആൾട്ട് സീസണൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് 2021 പോലെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങോ മോണിറ്ററി എക്സ്പാൻഷനോ കാര്യങ്ങളോ മണി പ്രിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ടൈമിലില്ല. അതിൻ്റെ യാതൊരു സൂചനയും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇല്ല. സോ 2021 പോലെ VC കാര്യങ്ങൾ ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാ ടോക്കണുകളെയും പമ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെ പമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എത്ര ലക്ഷക്കണക്കിന് ടോക്കണുകളാണ് ഉള്ളത്? ഇപ്പോൾ 2017 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ലെസ് ദാൻ 1000 ടോക്കണുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് ടോക്കണുകളാണ് ഉള്ളത്. സോ നിങ്ങളൊരു 10-25 ടോക്കൺ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് ടോക്കണുകളുള്ള ഒരു പൂളിൽ നിന്നാണ് അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ലോട്ടറി എടുക്കുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഈ ഒരു ഓവറോൾ പോർട്ട്ഫോളിയോ ഒരു 10-15 ഇരട്ടിയൊക്കെ കൂടുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ സമയം ബിറ്റ് കോയിൻ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരുമ്പോഴേക്കും ഈ നരേറ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ബിഗിനിങ് മുതൽ തന്നെ ഓരോ പ്രാവശ്യം ബിറ്റ് കോയിൻ താഴോട്ട് പോകുമ്പോഴേക്കും പിന്നെ അടുത്ത പ്രാവശ്യം ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകുമ്പോഴേക്കും വേറെ ഏതെങ്കിലും പുതിയ നരേറ്റീവ് ആയിരിക്കും. 2025 ഇതേപോലെ ആയിരിക്കും ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകാൻ പോകുന്നത്. സോ 2017 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും 2017 പോലൊരു ബുൾ മാർക്കറ്റാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു കംപ്ലീറ്റ് 1 ഇയർ ബിറ്റ് കോയിൻ വളരെ വോളട്ടൈലായിരിക്കും. അതായത് ഏകദേശം 10ഓളം പ്രാവശ്യം ബിറ്റ് കോയിൻ 30% ഒരു 15% മുകളിൽ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ഫെബ്രുവരിയിൽ 15%, മാർച്ചിൽ 33%, അഗെയിൻ മെയ്യിൽ 15%, അതേപോലെ തന്നെ മെയ്യിൽ വീണ്ടും 32%, ജൂണിൽ 38%, 19%, 40% ക്രാഷ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും 20-30% ക്രാഷ്. സോ മുകളിലോട്ട് പോകുന്തോറും അതിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള ക്രാഷ് ഉണ്ടാവും. സോ ഓരോ പ്രാവശ്യം ക്രാഷ് ആകുമ്പോഴും ആൾട്ട് കോയിൻസ് വളരെ വലിയ രീതിയിൽ ക്രാഷ് ആവും. പുതിയ നരേറ്റീവ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ നിങ്ങളിങ്ങനെ ഓരോ ആൾട്ട് കോയിൻസിൽ നിന്ന് ചാടി ഈ ഒരു ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓവറോൾ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ വലിയൊരു റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ അതേസമയം ബിറ്റ് കോയിൻ നോക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ എത്തിയിട്ടുണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ആൾട്ട് കോയിൻസിൽ വളരെ ചെറിയൊരു അലോക്കേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 70% എങ്കിലും നിങ്ങൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ 2025 ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് ബുൾ മാർക്കറ്റ് തന്നെ ആയിരിക്കും. ഒരു എൻഡ് ഓഫ് ദി ഇയർ വരെയും ബിറ്റ് കോയിൻ മുകളിലോട്ട് തന്നെ പോകും. 2026 ഒരു ബെയർ മാർക്കറ്റ് തുടങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. 70% നിങ്ങൾ ബിറ്റ് കോയിനിൽ തന്നെ അലോക്കേറ്റ് ചെയ്യുക, ബാക്കിയുള്ള പൈസ മാത്രം ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാ ടോക്കണുകളും ഒരേ സമയം പമ്പാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു $100 ഒരു ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയിലാണ് എന്നുണ്ടെങ്കിലും എൻ്റെ പെയ്ഡ് മെമ്പേഴ്സിൻ്റെ ഇടയിലും എപ്പോഴും ഇടയ്ക്ക് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു $100 ഒരു ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഡബിൾ ആയാൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു $100 വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾ ബിറ്റ് കോയിൻ വാങ്ങിക്കുക. അപ്പോൾ ബാക്കിയുള്ള ടോക്കൺ ആൾട്ട് കോയിൻസ് അതൊരു ഫ്രീ ആയിട്ട് കിട്ടിയ ആൾട്ട് കോയിൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എത്ര പ്രോഫിറ്റ് കിട്ടിയാലും അത് ആൾട്ട് കോയിൻസിൽ എത്ര റിസ്കി ആയിട്ടുള്ള മീം കോയിൻസിലോ ആൾട്ട് കോയിൻസിലോ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റും അത് വേറൊരു ആൾട്ട് കോയിൻസിൽ കൊണ്ടുപോയി കളയുന്നതിന് പകരം ബിറ്റ് കോയിൻ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ബിറ്റ് കോയിൻ താഴോട്ട് പോയാലും അത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകും. അതേപോലെ തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ എൻഡോട് കൂടിയിട്ട് ബിറ്റ് കോയിൻ ഒരു $150,000 അല്ലെങ്കിൽ ഒരു Q3 ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു പീരീഡൊക്കെ ആകുമ്പോഴേക്കും ഇൻ കേസ് ബിറ്റ് കോയിൻ ഡോമിനൻസ് ഒക്കെ ഒരു ലെസ് ദാൻ 40% താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിസ്കി ആയിട്ടുള്ള എല്ലാ അസറ്റ്സും, അതിപ്പോൾ ആൾട്ട് കോയിൻസ് ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജിയോ MSTXോ MSTയോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സെല്ല് ചെയ്തിട്ട് ബിറ്റ് കോയിൻ ആക്കി കൺവേർട്ട് ചെയ്ത് മാക്സിമം സേഫ് ആയിട്ടിരിക്കുക നോക്കുക. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള അഡ്വൈസ്. എൻ്റെ 2025 പ്ലാനുകളും ഇതൊക്കെ തന്നെയാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.